സത്യത്തിൽ എനിക്ക് ഇവിടെ വരെ ഇങ്ങനെ ഒരു ഡ്രസ് ഇട്ട് വരാൻ പറ്റും തോന്നുന്നു ഒരു ഉണ്ടായിരുന്നില്ല കേട്ടോ. സത്യം പറയാലോ, എന്തോ ഒരു മാതിരി ഉണ്ട്. പക്ഷെ ഹലോ, 2 ദിവസമായില്ലേ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. ഇന്നത്തെ വീഡിയോ എന്താ അറിയോ, ഒരു ഡേ ഇൻ മൈ ലൈഫ് കേട്ടോ. അപ്പൊ ഞാൻ എന്റെ ഡ്യൂട്ടിക്ക് പോകാൻ നേരത്തെ പാവാടും ബ്ലൗസ് ഇട്ടിട്ട് പോവാന്ന് വിചാരിച്ചിട്ടാ. എനിക്കറിയത്തില്ല സത്യത്തില്, കാരണം ഇന്ന് അത്ര സ്പെഷ്യൽ ആയിട്ടുള്ള വലിയ ഡേ ഒന്നും അല്ല. ഇതിന്റെ പഴയൊരു പട്ടുപാട കേട്ടോ, നമ്മൾ കഴിഞ്ഞ ഓണത്തിനോ അതിന് മുന്നത്തെ ഓണത്തിനോ അങ്ങോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഒരു പട്ടുപാട. ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡേ ഒന്നല്ല, അതുകൊണ്ട് ആൾക്കാർ റിയാക്ഷൻ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ നമുക്കൊരു പട്ടുപാട ഇട്ടിട്ട് എന്തായാലും ഫ്രണ്ട്സിന്റെ റിയാക്ഷൻ എങ്കിലും നോക്കാം. കാരണം ഹോസ്പിറ്റൽ ആയതുകൊണ്ട് നമുക്ക് മറ്റുള്ള റിയാക്ഷൻസോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അറിയാലോ, നമുക്ക് എല്ലാവർക്കും ഒരു പ്രൈവസി കാര്യങ്ങളുണ്ടാവും. പിന്നെ ഹോസ്പിറ്റൽ ആയതിന്റെ ചെറിയ നമുക്ക് വീഡിയോ എടുക്കാനോ കാര്യങ്ങളൊന്നും പറ്റത്തില്ല. സോ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആണ്. നമുക്ക് നോക്കാം. വൈകുന്നേരം വരെ ഞാൻ എങ്ങനെ ഇതിട്ട് നിൽക്കും എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. പക്ഷെ നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ യൂണിഫോം ചേഞ്ച് ചെയ്യും. പക്ഷെ എന്നാല് നമ്മൾ രാവിലെ ചെല്ലുന്നു, പിന്നെ വൈകുന്നേരമാണല്ലോ തിരിച്ചു പോരുമ്പോഴും എല്ലാം ഇതിലിട്ടിട്ടാണല്ലോ വരുന്നത്. സോ അങ്ങനെ എന്തായാലും ഞാൻ ഈ ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാം. നമുക്ക് വേഗം ഒന്ന് റെഡിയാകാം കേട്ടോ. ഞാൻ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. ഇതിന്റെ ഈ ഡ്രസ്സ് എനിക്ക് ആദ്യം കുറച്ച് കംഫർട്ടബിൾ ആയിരുന്നില്ല പണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ കുറച്ച് വണ്ണം വെച്ചെന്ന് തോന്നുന്നു. അതുകൊണ്ട് എനിക്ക് സൈഡിലാണ് ഞാൻ സിബ് കൊടുത്തിട്ടുള്ളത്. അത് ഇടാൻ വേണ്ടി ഞാൻ കുറച്ച് കഷ്ടപ്പെട്ട് നിൽക്കുന്നുട്ടാ. ഈ ഒരു ഭാഗം സിബ് ഇടാൻ വേണ്ടി ഞാൻ വിചാരിച്ചത് ബേക്ക് സിബ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും ഇട്ട് തരണം, ആരെങ്കിലും ഹെൽപ്പ് ചോദിക്കണം, അവർക്ക് ബുദ്ധിമുട്ടാവത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ പിടിപ്പിച്ചത്. അതെനിക്ക് അതിനും വലിയ ബുദ്ധിമുട്ടാട്ടോ ഇപ്പൊ ഇടാൻ വേണ്ടിയിട്ട്. പിന്നെന്താ, ഞാനിതില് പാട് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതെനിക്ക് കുറച്ച് ഡിസ്കംഫോർട്ട് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ബട്ട് എവറിത്തിങ് ഓക്കെ. മറ്റേന്ന് വെച്ചാൽ ഇതിന് കഴുത്ത് ഇങ്ങനെ കേട്ടോ, കുറച്ച് ഡീപ്പായിട്ടുള്ളൊരു കഴുത്താണ്. പക്ഷെ ലുക്കുള്ളൊരു സംഭവമാണ്. എനിക്ക് ഞാൻ വിചാരിക്കുന്നത് ഇത് കണ്ണൊക്കെ നല്ല ഡീപ്പായിട്ട് എഴുതി നല്ല ഡാർക്കായിട്ട് എഴുതിയിട്ട് പോകാന്നാ. പക്ഷെ ഒരു പ്രശ്നം കേട്ടോ, എന്റെ ഈ ഒരു കണ്ണ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു കണ്ണ് ഈ കണ്ണും കണ്ടാൽ മനസ്സിലാവും. ഒരു 6-7 മാസം മുന്നേ ഈ കണ്ണിനകത്തൊരു ജീവി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ എടുത്ത് കളഞ്ഞു. കണ്ണൊക്കെ നല്ലോണം വാഷ് ചെയ്തു. പക്ഷെ അതിനുശേഷം എനിക്ക് എപ്പോഴും ഈ കണ്ണിന് അലർജി വരും. ഇടയ്ക്ക് ഈ ഒരു കണ്ണൊന്ന് ബ്ലറാവുന്ന പോലെ. അപ്പൊ നാളെ വേണം എനിക്ക് ഇതൊന്ന് കൊണ്ട് കണ്ണ് കാണിക്കാൻ വേണ്ടിയിട്ടോ. കണ്ണ് ഭയങ്കര പ്രശ്നമാണ്. ഇടയ്ക്കിടയ്ക്ക് ഈ കണ്ണൊന്നിങ്ങനെ ഒഴുകി കണ്ണ് ലീക്ക് ആവുന്നുണ്ട്. കണ്ണിൽ കൂടെ വെള്ളം വരും കേട്ടോ. അങ്ങനത്തെ ഒരു പ്രശ്നം കൂടെ ഉണ്ട് എനിക്കിപ്പോ. അതുകൊണ്ട് തന്നെ കണ്ണ് എനിക്ക് എഴുതാൻ പറ്റുമോന്ന് അറിയത്തില്ല. കണ്ണ് എഴുതിയാൽ അപ്പൊ വെള്ളം ഒലിക്കുന്നുള്ളതുകൊണ്ടേ നോക്കാം. ഞാൻ എന്തായാലും ഒന്ന് ജസ്റ്റ് ഇത് എഴുതി നോക്കാം. ഒരു കണ്ണ് ഓക്കെ ആയി. ആദ്യം ഞാൻ ഈ കണ്ണ് എഴുതി നോക്കാന്ന് വിചാരിക്കുന്നത്. കാരണം ഈ കണ്ണ് എഴുതിയിട്ട് ഈ കണ്ണ് ഓക്കെ ആയില്ലെങ്കിൽ ഇതിനെ കഴുകി കളയാൻ ഭയങ്കര പാടാ. ഇത് എലൈറ്റിന്റെയാ. എലൈറ്റ് അല്ലേ, LE80 എന്ന് പറഞ്ഞിട്ടുള്ളതാ. ഇത് നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഉപയോഗിച്ചവർക്ക് അറിയാം. ഇത് കഴുകിക്കളയാൻ ഭയങ്കര പാടാണ്. സോ കണ്ണ് ഡാർക്കായിട്ട് എഴുതാൻ വേറെ നിവർത്തി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതൊന്ന് എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ജസ്റ്റ് കണ്ണ് എഴുതാം. നമ്മുടെ ഐലൈനർ എഴുതിയിട്ട് കാര്യമില്ല, എന്റെ ഈ കണ്ണിൽ നിക്കത്തില്ല. അതുകൊണ്ടാണ് പിന്നെ നമുക്ക് വൈകുന്നേരം വരെ നിക്കണമെങ്കിൽ ഈ കുന്തിടുക, അല്ലാണ്ട് വേറെ നിവർത്തിയില്ല. ഐലൈനർ എഴുതി കഴിഞ്ഞാൽ ഈ കണ്ണ് അപ്പം ഒലിക്കും. അല്ലെങ്കിൽ ഞാനായിട്ട് ഇങ്ങനെ ഭയങ്കര ചൊറിച്ചിൽ വരത്തില്ലേ, അപ്പൊ ചൊറിഞ്ഞു പോകും. ഓക്കെ, നമുക്ക് ഈ കണ്ണും കൂടെ എഴുതാം. എനിക്ക് ഇവിടെയും കൂടെ എഴുതണം ആഗ്രഹമുണ്ട്. പക്ഷെ ഐ ഡോണ്ട് നോ ഉണ്ടോ. ഈ കണ്ണിക്ക് സ്മൂത്ത് ആയിട്ട് എഴുതാൻ പറ്റും. പക്ഷെ ഈ കണ്ണിക്ക് അത്ര ഇതായിട്ട് എഴുതാൻ പറ്റത്തില്ല. ഇപ്പൊ തന്നെ ഈ കണ്ണിന് ഒരു ചെറുതുണ്ടോ, കണ്ണ് നിറഞ്ഞു തുടങ്ങി. പിന്നെ ഈ ഒരു കുന്തായതുകൊണ്ട് ഒളിച്ചു പോകത്തില്ല. അതാണ് എനിക്ക് ആകെ ഉള്ളൊരു ബെനിഫിറ്റ്. നമുക്ക് മുകളിലും കൂടെ ഒന്നിങ്ങനെ എഴുതി കൊടുക്കുന്ന സമയത്ത് സൂക്ഷിക്കുക, കണ്ണി കുത്തരുത്. കണ്ണ് ഞാന് ഐലൈനർ വെച്ച് തന്നെ കേട്ടോ എഴുതിയത്, മുകൾ ഭാഗം. കാരണം താഴ്ഭാഗം അങ്ങോട്ട് റെഡി ആയില്ല. പിന്നെ ലിപ്സ്റ്റിക്ക് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടെങ്കിലും ഈ ലിപ്സ്റ്റിക്കിനെക്കാട്ടിലും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ ഒരു ലിപ്സ്റ്റിക്കാണ്. ഇത് മാർസിന്റെ ഗേൾ പവർ എന്ന് പറഞ്ഞിട്ടുള്ള ലിപ്സ്റ്റിക്കാണ്. ഇത് അത്ര ഒരുപാട് നേരം ലാസ്റ്റ് ചെയ്തൊന്നുമില്ല. പക്ഷെ ഇടയ്ക്കൊക്കെ ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. സോ അതുകൊണ്ട് ഞാൻ ഈ ലിപ്സ്റ്റിക് എടുത്തു. പിന്നെ നമ്മൾ അപ്പൊ നമ്മള് ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഐബ്രോസ് ജസ്റ്റ് ഒന്ന് എഴുതാം. ഞാനുണ്ടല്ലോ മേക്കപ്പ് ആയിട്ടൊന്നും ചെയ്തിട്ടില്ല, സത്യമായിട്ട് പറയാൻ കേട്ടോ. മുഖത്ത് പൗഡർ കൂടെ ഇട്ടിട്ടില്ല. ആകെ ചെയ്തിട്ടുള്ളത് ഈ കണ്ണ് എഴുതുക,
ഈ ചുണ്ടത്ത് ലിപ്സ്റ്റിക് ഇട്ടു എന്നുള്ളത് മാത്രം കേട്ടോ. പിന്നെ കണ്ണൊന്ന് ഐബ്രോ സെറ്റാക്കാം, പക്ഷെ എത്ര സെറ്റാക്കിയിട്ട് അത് കാര്യമില്ല, കാരണം 2 ഐബ്രോസും 2 രീതിയിലാണ് ഇരിക്കുന്നത്. സോ ഞാൻ വിചാരിച്ചു അത് അതുങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ അത് വളർന്നു പോയിക്കോട്ടെ, കാരണം നമ്മൾ എത്ര ത്രെഡ് ചെയ്തിട്ടും കാര്യമില്ല, അതുങ്ങൾക്ക് ഒരു ഇഷ്ടമുണ്ട്. ഇപ്പൊ നമ്മൾ അവരുടെ ഇഷ്ടത്തെ തകർക്കുന്നില്ല, നമുക്ക് ജസ്റ്റ് എഴുതി ഇത് റെഡിയാക്കാം. ഐബ്രോ പെൻസിൽ മിസ്സിംഗ് ആണ്. സോ നമുക്ക് ഈ ഇൻസൈറ്റിന്റെ ഈ ഒരു പാലറ്റാട്ടോ ഞാൻ യൂസ് ആക്കണേ. ഞാൻ ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ടാ യൂഷ്വലി എഴുതാറ്. അപ്പൊ ഞാൻ അതിൽ നിന്നൊരു ബ്രൗൺ ഷെയ്ഡ് എഴുതിയിട്ട് ആദ്യം തന്നെ കൊണ്ടുപോയിട്ട് ഇവിടെ പോയി എഴുതരുത്, ഭയങ്കര ഒരു ആർട്ടിഫിഷ്യൽ ഫീൽ ആകും. സോ എപ്പോഴും നിങ്ങളുടെ ഈ ഒരു പോർഷനിൽ നിന്ന് എഴുതി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ട് ബാക്കി റിമൈനിങ് പാർട്ട് ഇതിലുള്ളത് മാത്രം ഇവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എനിക്ക് ഈ ഫോൺ ക്യാമറ വെച്ച് നോക്കാൻ പറ്റത്തില്ല, ഞാൻ ഇത് ചെയ്ത് നോക്കി എഴുതട്ടെ. ഓക്കെ, അതുപോലെ ഞാൻ ഇതും കൂടെ ഒന്ന് ഒരേപോലെ ആക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. ഞാനൊരു വലിയ പൊട്ടുകൂടെ വെച്ചു കൊടുത്തിട്ടുണ്ടേ. ഇന്നെനിക്ക് എന്താണെന്നറിയില്ല, പതിവില്ലോണ്ട് ഉടുക്കത്തെ വിശപ്പു. രാവിലെ ഇപ്പൊ സമയം 8:30 ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു രാവിലെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കയറാം. സോ മുടി ഞാൻ കെട്ടാൻ പോണത് നമ്മള് ഇല്ലി കെട്ടുക എന്ന് പറയത്തില്ലേ, മീൻസ് ഞാൻ ജസ്റ്റ് ബേക്കിലോട്ട് എടുത്തിട്ട് ക്ലിപ്പിടുക. പക്ഷെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം മുടി കുറച്ച് കട്ട് ചെയ്തിട്ടുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ് അങ്ങനെ കെട്ടാൻ, പക്ഷെ നമുക്ക് ട്രൈ ചെയ്യാം. സാധാരണ ഞാൻ ഇങ്ങനെ ഇവിടെ നല്ല ആട്ടോ എടുക്കുക, ഇവിടെ നിന്നാണ് എടുക്കുക. നമുക്ക് അങ്ങനെ കൂടെ ഒന്ന് എടുത്ത് നോക്കാം. അതല്ലേ ഭംഗി. അപ്പൊ എന്റെ ഒരുക്കം കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെന്ന് പറയട്ടാ. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു മേക്കപ്പ് ആയിരുന്നു. കണ്ണെഴുതി, ലിപ്സ്റ്റിക് ഇട്ട്, പൊട്ടുകിട്ട്, പിരികൊന്ന് എഴുതിയിട്ടുണ്ട്. ഇനി ഞാൻ പോയി ഭക്ഷണം സാപ്പിടട്ടെ. ഇനി സമയമില്ല. എനിക്ക് ഒരു ടെൻഷനുണ്ട് സത്യത്തിൽ ഈ കോലത്തിൽ പോകാൻ വേണ്ടി. കാരണം ഞാൻ അങ്ങനെ ഒരാളാണ്. ചില ഡ്രസ്സ് ഇടുന്ന സമയത്ത് ഒരു ഇത് തോന്നും, എന്തൊക്കെ പറയാൻ, ചില ഡ്രസ്സ് ഇടുന്ന സമയത്ത് എനിക്കൊരു ഇതിട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവരെന്ത് വിചാരിക്കും, അങ്ങനെ ഒരു ചിന്ത വരുന്ന ഒരാളാണ്. അത് പണ്ട് അങ്ങനെ ആയതുകൊണ്ട് ഒക്കെ. അപ്പൊ ഓക്കെ, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ആളാവേ. ഞാൻ ഈ ഒരു ബാഗാട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിനകത്താകുമ്പോൾ അത്യാവശ്യ സാധനങ്ങൾ കൊള്ളും. സാധാരണ ബാഗ് പാക്ക് എടുക്കാറ്. സോ ഇന്ന് ഈ ഡ്രസ്സിന് ഇത് തന്നെ അത്ര മാച്ചിങ് അല്ല, പക്ഷെ ഇനി എന്റെ കയ്യിലുള്ളതെല്ലാം ചെറിയ ബാഗാ. എനിവേ ഞാൻ ഇവിടുന്ന് ഇറങ്ങുകയാണ് ഗൈസ്. ഞാൻ ആദ്യം വിചാരിച്ചു അവിടെ പോയിരുന്ന് കഴിക്കാണ്. പിന്നെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളത് കൊണ്ട് അവിടെ പോയിട്ട് ഫുഡ് മേടിച്ചിട്ട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ചേഞ്ച് റൂം ഉണ്ട്, അവിടെ വന്നിരുന്ന് കഴിക്കാം. സോ ഞാൻ ഇറങ്ങട്ടെ. എങ്ങനെയോ ഒരു ഇതാണ് ഞാനിവിടെ ചേഞ്ച് റൂമിൽ എത്തിട്ടാ. കാരണം എല്ലാവർക്കും നമ്മളൊരു സ്പെഷ്യലായിട്ടുള്ള ഡേ ആണെങ്കിൽ അങ്ങനെ ആരും നോക്കത്തൊന്നുമില്ല. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇങ്ങനെ ഒരു ഡ്രസ്സിൽ ഇപ്പൊ എനിക്ക് ആദ്യം ഒരു ചടപ്പുണ്ടായിരുന്നു. പിന്നെ ഓക്കെ, കുഴപ്പമില്ലല്ലോ എന്നായി. എന്തെങ്കിലും ചായ പണ്ട് മേടിച്ചിട്ട് തന്നപ്പോ, ചായ ഇഡലി മേടിച്ചിട്ട് തന്നപ്പോ എന്നോട് ചോദിച്ചു ഇന്ന് ഡ്യൂട്ടി ഇല്ലേ എന്ന് ചോദിച്ചിട്ടാ കുറെ ആൾക്കാരൊക്കെ. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചൂടാണ്. ഞാൻ മുടി ഇപ്പൊ തന്നെ കെട്ടി വെക്കും.
അതുകൊണ്ട് തന്നെ ഫ്രണ്ട്സ് വരുമ്പോഴത്തേന് എന്നെ അവർ കറക്റ്റ് ലുക്കിൽ കാണാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല. ജസ്റ്റ് 5 മിനിറ്റ്സ് ഉള്ളൂ. എങ്ങനെയും നമുക്ക് ചൂട് സഹിച്ച് ഇവിടെ ഇരിക്കാവേ. ഞാൻ ആദ്യം ചെന്നിട്ട് എന്റെ വെയിറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. കാരണം ഇപ്പൊ റീസെന്റ് ആയിട്ടൊരു ഇച്ചിരി വെയിറ്റ് ഗെയിൻ ഉണ്ട് കേട്ടോ. അത് സ്പെഷ്യൽ ആയിട്ടൊന്നും ഇല്ല. ഞാൻ ഫുഡ് കഴിക്കുന്നത് ചെറിയ ചേഞ്ച് ഒക്കെ വരുത്തിയതുകൊണ്ട് വെയിറ്റ് ഗെയിൻ ഉണ്ടായിട്ടുണ്ട്. സോ ഞാൻ എന്റെ വെയിറ്റ് ഒന്ന് പോയി ചെക്ക് ചെയ്തിട്ട് വരാവേ. പെട്ടെന്ന് എനിക്കൊരു കേസ് തന്നിട്ടോ. ഞാൻ വേഗം ഡ്രസ്സൊക്കെ മാറ്റി നമ്മള് ഡ്യൂട്ടിക്ക് കയറുക. ഞാൻ ഡ്യൂട്ടി ടൈമിൽ വീഡിയോസ് എടുക്കത്തില്ല. ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ വരുമ്പോഴും അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. അത് ഇനിയിപ്പോ കേസ് കഴിഞ്ഞിട്ട് കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് വീഡിയോ എടുത്തുള്ളേ. ടൈം ഇപ്പോൾ 12 മണിയായിട്ടുണ്ട് കേട്ടോ. 12 മണിയല്ലേ? 12 മണി. ഞാൻ ഇപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശരിക്കും ഞാൻ മന്തി മേടിക്കാന്ന് പ്ലാൻ ചെയ്ത. അപ്പോൾ മന്തി കഴിക്കാം, ഇതും കഴിക്കാം. എന്തായാലും 2 ഇഡലിയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ രാവിലെ പോയി ബ്രേക്ക്ഫാസ്റ്റ് മേടിച്ചു. ഇപ്പോഴാണ് കഴിക്കുന്നത്. എന്തായാലും ഇതൊന്ന് കഴിക്കട്ടെ കേട്ടോ. സാധാരണ ഇഡലിക്കടയില് നല്ലൊരു ചമ്മന്തി ഉണ്ട് കേട്ടോ. അപ്പം അതുണ്ടാവും എന്ന് വിചാരിച്ചു. ഒരു ചമ്മന്തി ഉണ്ടായിരുന്നില്ല. സാമ്പാറും വെള്ള ചമ്മന്തി ഞാൻ കഴിക്കത്തില്ല കേട്ടോ. ഞാൻ ഒരു വികാരം ഇല്ലാത്ത പോലെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ ഞാൻ കഴിക്കാറില്ല. അപ്പം അത് നമുക്ക് ആക്ച്വലി ഇഡലി എനിക്ക് അത്ര ഇഷ്ടമല്ല. ഇഡലി ദോശ നമുക്ക് ഇഷ്ടമല്ല. രാവിലെ എപ്പോഴും നല്ല ചോറോ കഞ്ഞി കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പി കേട്ടോ. ഞാൻ നല്ല കപ്പയും മീൻ കറി അതൊക്കെ ഇഷ്ടമാണ്. രണ്ട് ഇഡലിയാണെങ്കിൽ തിന്നാനൊക്കെ ഒരു 2 മണിക്കൂറെങ്കിലും വേണം. റീസെന്റ് ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് വരാം കേട്ടോ. ഏറ്റവും കൂടുതൽ ടൈം എടുത്ത് ഭക്ഷണം കഴിക്കുന്നവർക്കും കൂടുതൽ ആയുസ് ഉണ്ടാകും. അങ്ങനെയാണ് ഞാൻ മരിക്കാനേ പോകണ്ടാവില്ല. കാരണം എനിക്ക് കുറച്ചധികം സമയം വേണം ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട്. ഹലോ, അപ്പൊ നമ്മള് ഉച്ചക്ക് ഞാന് റൂമിലെത്തി. ഇപ്പൊ സമയം 12:40 ആയിട്ടുണ്ട് കേട്ടോ. ചോറ് പറഞ്ഞിട്ടുണ്ട് വരണം. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറയാം. നിങ്ങൾക്ക് അറിയാം, ഞാൻ ഗീവ് അവേ ഒന്ന് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്നിട്ട് ഗീവ് അവേയുടെ ഗിഫ്റ്റ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിപ്പോ നിങ്ങൾക്ക് വീട്ടിൽ ചിലപ്പോൾ എത്തിക്കാണും. 1 മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യണേ. ഓക്കെ, അപ്പൊ ഗീവ് അവയുടെ ഗിഫ്റ്റ് ഞാൻ ഇവിടുന്ന് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് കിട്ടിക്കാണും. ഇന്നലെ വരെ ആയിരുന്നു ഞാൻ, അതായത് ഇന്നലെ 15th ഇന്ന് 16th ആണ്. ഇന്നലെ വരെയായിരുന്നു ഞാൻ നിങ്ങളോട് അഡ്രസ്സ് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡ്യൂറേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിൽ 2 പേര് നമുക്ക് അഡ്രസ്സ് അയച്ചിട്ടുണ്ടായിരുന്നില്ല. സോ ആ ഗിഫ്റ്റ് ഇപ്പോഴും എന്റെ കയ്യിൽ ഭദ്രമായിട്ടുണ്ട്. അതിനകത്ത് എന്തായിരുന്നു എന്നുള്ളത് സത്യത്തിൽ ഞാൻ മറന്നുപോയിട്ടുണ്ട്. കാണിച്ചു തരാവേ. ഇങ്ങനെ ഒരു 2 ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ നമ്മുടെ കയ്യില്. ഈ 2 ഞാൻ സേഫ് ആയിട്ട് പാക്ക് ചെയ്ത് വെച്ചേക്കുന്ന 2 ഗിഫ്റ്റുകളാണ്. ഇതിനകത്ത് എന്താണെന്ന് ഞാനൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കണം. കാരണം എനിക്ക് തോന്നുന്നുണ്ട് ഇതിനകത്തായിരുന്നു ഞാൻ സത്യത്തിൽ കാര്യമായിട്ടുള്ള ഗിഫ്റ്റുകൾ വെച്ചിരുന്നതെന്നായിരുന്നു എന്റെ ഒരു ഓർമ്മ. അപ്പൊ നമ്മൾ ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. അപ്പൊ ഈ ഗിഫ്റ്റ് വേണ്ടവരാണെങ്കിൽ ഞാൻ ഒരു ചെറിയ ഗിഫ്റ്റ് കൂടെ ചെയ്യാം. കാരണം നമ്മൾ എന്തായാലും നിങ്ങൾക്ക് വേണ്ടി മേടിച്ചിട്ടുണ്ടായിരുന്ന ഗിഫ്റ്റുകളാണ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ഗിഫ്റ്റ് കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വേണമെന്നുള്ളത് ഇതുവരെ ഗീവ് അവേ കിട്ടാത്തവരാണെങ്കിൽ എന്റെ ഗിഫ്റ്റ് ഞാൻ ഈ ഗീവ് വിന്നറെ അനൗൺസ് ചെയ്ത ടൈമിൽ തന്നെ പല ആൾക്കാരും പറഞ്ഞു, ചേച്ചി അയ്യോ എനിക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ കുറെ ആൾക്കാരൊക്കെ ഇനിയും ഞാൻ വന്ന് പറഞ്ഞിരുന്നു, ഞാൻ ഉടനെ തന്നെ വേറൊരു ഗീവ് അവേ കണ്ടക്ട് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞ ഈ അഡ്രസ്സ് അയക്കാത്ത കാരണം ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി മേടിച്ചിട്ടുണ്ടായിരുന്ന. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനകത്ത് എന്താന്നുള്ളത് കാണിച്ചു തരാം. അപ്പൊ ഇത് നിങ്ങൾക്ക് ഇനിയും ഗീവ് അവേ ഇതുവരെ പങ്കെടുക്കാത്ത ആൾക്കാരാണെങ്കിൽ അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷനൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ നിർബന്ധിതമായിട്ട് നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറയുന്നില്ല കേട്ടോ. അത് ശരി, കാരണം നമുക്ക് ഒരാളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ചോയ്സ് ആണ്. നമ്മൾക്ക് എന്ത് ചെയ്യണം എന്നുള്ളത് ഒരാളുടെ ഫ്രീഡം ആണ്. അതിൽ നമ്മൾ പറഞ്ഞുകൊണ്ട് തന്നെ ഫോളോ ചെയ്യണം വേണ്ടെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. അതായത് എന്റെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വേണ്ടെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. ലൈക്ക് ചെയ്യുക, ഓക്കെ. നിങ്ങളെ പറ്റുന്ന പോലെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. സോ വീഡിയോ കൂടെ ഒന്ന് സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണുക. ഈ വീഡിയോയ്ക്ക്
കമന്റ് ഇടുന്ന ആൾക്കാർക്കായിരിക്കും നമ്മൾ ഈ 2 ഗിഫ്റ്റുകളും കൂടെ കൊടുക്കുക. ഇതിന്റെ കൂടെ ഞാൻ 2 കാര്യങ്ങളും കൂടെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടെ കാണിച്ചു തരാം. ഞാൻ 2 ഷവർ ജെല്ലും കൂടെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് സന്തോറിന്റെയാണ്. ഒരെണ്ണം സാൻഡൽവുഡും ഒരെണ്ണം ഒരു ലെമൺ ആൻഡ് ഫ്രാങ്കിപ്പാനും എന്തോ. നമുക്ക് ഈ ഗിഫ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് ഞാൻ കാണിച്ചു തരട്ടോ. ഞാൻ തന്നെ മറന്നുപോയി ആക്ച്വലി ഇതിനകത്ത് എന്തൊക്കെയായിരുന്നു. പക്ഷെ കാരണം ഞാൻ വേറെ സാധനം ആഡ് ചെയ്തു. പക്ഷെ അതൊരു വല്ലാത്ത ഒരു ബോക്സിങ് പാക്കിംഗ് ആയിപ്പോട്ടെ. ഞാൻ ഇതിന്റെ മോൾ ഒരു ഗിഫ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അങ്ങനെ പാക്ക് ചെയ്തത് കൊണ്ട് തന്നെ എനിക്ക് ആ ബോക്സിന് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല കേട്ടോ. അങ്ങനെ നമുക്ക് നോക്കാം. എനിക്കറിയായിരുന്നു ഈ ഒരു ബോക്സിനകത്ത് എന്താന്ന് ആക്ച്വലി എനിക്കറിയാം. ഞാൻ ഒരു കമ്മലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരെണ്ണത്തിന് അത് 2 ആൾക്കും ഓരോ കമ്മൽ വെച്ചിട്ടുണ്ട്. പക്ഷെ ഇത് എങ്ങനെ തുറന്നെടുക്കാന്നുള്ളതാണ് നമ്മുടെ ഇതൊരു ചെറിയ കുന്തൻ വർക്കിൽ വന്നിട്ടുള്ള ഒരു കമ്മലാണ് ഞാൻ ഈ ഒരെണ്ണത്തിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. കണ്ടോ, ഒരു ചെറിയ കമ്മൽ കറക്റ്റ് എന്റെ ഈ ഡ്രസ്സിന് പെർഫെക്റ്റ് മാച്ചാല്. ഈ ഒരു കമ്മലാണ് നമ്മൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ബാക്കി ഗിഫ്റ്റുകൾ ഓരോന്നായിട്ട് കാണിച്ചു തരാം. വീഡിയോ ലോങ് ആയി പോകുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇഷ്ടപ്പെട്ടാൽ കണ്ടാൽ മതി കേട്ടോ. പിന്നെ ഇതിനകത്ത് ഇതാണ് ഞാൻ ഒരുപാട് കണ്ടില്ലേ ഇത് വെച്ചിട്ട് റാപ്പ് ചെയ്തു. കാരണം എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇത് നിങ്ങൾക്ക് കിട്ടുമ്പോഴേ എങ്ങനെ കിട്ടുക എന്നുള്ള ഒരു ടെൻഷൻ ഉള്ളതുകൊണ്ടാണ് അത് അങ്ങനെ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ കാർഡ്ബോർഡ് ബോക്സ് ഒപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ജോലിയായിരുന്നു. എന്റെ അടുത്ത് കുറേ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഈ ഗീവ് അവേ നടത്തുന്നൊരു ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ ഞാനതെല്ലാം എടുത്തു വെച്ചോണ്ടായിരുന്നു. കാരണം നമ്മളൊക്കെ എപ്പോഴും ഓൺലൈനിൽ ഓരോ സാധനങ്ങൾ മേടിക്കുന്നവരല്ലേ. പക്ഷെ ഞാൻ ഓർത്തില്ല അതിന്. അല്ല ഇതിനകത്ത് എന്താന്ന് കാണിച്ചു തരാം. ഇതാട്ടോ നമ്മുടെ ഗിഫ്റ്റ്. ഇതിനകത്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് ഇതൊരു ക്ലച്ച് ബാഗാണ്. ഈ ഒരു ക്ലച്ച് ബാഗ് ആയിരുന്നു ഞാൻ ഇതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ നിങ്ങൾ വിചാരിക്കും ഈ ഒരു ബാഗ് മാത്രമല്ല, ഞാൻ ഇതിനകത്ത് കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു ചെറിയ ഒരു ഹെയറിന്റെ ഒരു പ്രൊഡക്റ്റ് ആണ്. ദെൻ ഒരു ചെറിയ ക്രാബ് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ക്രാബ് ഇതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിനകത്ത് 2 നെക്ലേസ് കൂടെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓൾസോ ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ ഒരു ഷവർ ജെല്ലും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് 2 മാലയുണ്ട് കേട്ടോ. 2 മാലയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ അടുത്ത ബോക്സിനകത്ത് ഇതിനകത്ത് കുറച്ച് ഗിഫ്റ്റും കൂടെ ആഡ് ചെയ്യുന്നുണ്ടേ. നമ്മുടെ നെക്സ്റ്റ് ആ ബോക്സിൽ ഉണ്ടായിരുന്നെന്ന് പറയുന്നത് ആദ്യം അതിന്റെ മുകളിൽ ഞാൻ ഇതേപോലെ ഒരു കുഞ്ഞു ബോക്സ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഈ ജ്വൽഗാലസിയുടെ ഒരു സെറ്റ് ഓഫ് ഇയർ റിംഗ്സ് ആയിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ സെറ്റ് ഗോൾഡൻ കളറിൽ വന്നിട്ടുള്ളതാണ്. ഇതിനകത്ത് ഹൂപ്സ് ഉണ്ട്, സ്റ്റഡ് ഉണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. കണ്ടോ, ചെറിയ ചെറിയ ബട്ടർഫ്ലൈസ്, ഹാർട്ട് ഷേപ്പില്, ട്രയാങ്കുലർ, ഫ്ലവർ, അങ്ങനെ എല്ലാം വന്നിട്ടുള്ള ഈ ഒരു സെറ്റ് ഓഫ് ഇയർ റിംഗ്സ് ആയിരുന്നു ഒന്ന് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെന്താന്ന് നോക്കട്ടെ. ഇതിനകത്ത് ഞാൻ അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊരു സെറ്റ് ഓഫ് പെർഫ്യൂംസ്, ഒരു 3 എണ്ണം പെർഫ്യൂം വെച്ചിട്ടുണ്ട് നമ്മള്. ചെറിയ ചെറിയ ബോട്ടിൽസ് കേട്ടോ. ഇതിനൊക്കെ റേറ്റ് വരുന്നതാണ്. ഇതിനൊക്കെ ഏകദേശം 150 റുപ്പീസിന്റെ റേറ്റ് വരുന്നത്. നമുക്ക് ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് ബോട്ടിൽസ് ആണ് ഇത്. പിന്നെ കുറച്ച് ഹെയർ അക്സസറി ആയിരുന്നു. ഒരു നെയിൽ പോളിഷ് വെച്ചിട്ടുണ്ട്, ഒരു റെഡ് കളറിലുള്ളത്. പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ ഞാനൊരു ചെറിയ നെക്ക് പീസ് വെച്ചിട്ടുണ്ട്. ദെൻ ഈ ഒരു സെറ്റ് ഓഫ് ഹെയർ ബണ്ണ്, പിന്നെ ഈ 2 ഹെയർ ബണ്ണ്, അങ്ങനെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അല്ലാണ്ട് പിന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ലിപ്സ്റ്റിക്ക്, പിന്നെ വെച്ചിട്ടുണ്ടായിരുന്നത് ഇതായിരുന്നു. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഈ വീഡിയോയിൽ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാവേ. ഇതൊരു കണ്ടില്ലേ ഇങ്ങനത്തെ മൂൺ ലാമ്പാണ്. അപ്പോ ഇത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാന്ന്. ജസ്റ്റ് ഒരുപാട് വലുതല്ല, പക്ഷെ നല്ല ഭംഗിയാ. ഇതിനകത്ത് മൂണല്ല വരുന്നത്, ഫിഷ് ആണ് വരുന്നത്. ഇത് ഞാൻ കാണിച്ചിരുന്നു, എനിക്ക് ഓർമ്മയില്ല കേട്ടോ. കണ്ടോ,
ഇതിന്റെ ഉള്ളിൽ 2 ഫിഷുകൾ ഇതേപോലെ ഇങ്ങനെ വരുന്നുണ്ട്. ഇങ്ങനെ വെക്കണേ, കാരണം ഇതിനകത്തൊരു ഹാർട്ട് ഷേപ്പും കൂടെ വരുന്നുണ്ട്. എന്നിട്ട് ഇത് നമ്മൾ ലൈറ്റ് കത്തിക്കുക. ഇപ്പൊ ഞാൻ കത്തിച്ചൊക്കെ നോക്കിയതാണ്, കത്തിച്ച് നല്ല സേഫായിട്ട് പാക്ക് ചെയ്ത് വെച്ചേക്കുന്ന കേട്ടോ. ഈ സംഭവം കൂടെയാണ് നമ്മൾ തരുന്നത്. ഇപ്പൊ രാത്രിയല്ല, രാത്രി ആയിരുന്നെങ്കിൽ നല്ല രസം ഉണ്ടാവും. ഞാൻ നോക്കട്ടെ. ഇതാട്ടോ ഈ ലൈറ്റ് ഇങ്ങനെ ഇപ്പം ഇവിടെ വെട്ടമുള്ളതുകൊണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ അത്ര രസമായിട്ട് തോന്നത്തില്ല. ഇരട്ടത്തോട്ട് വേണ്ട, നല്ല വെട്ടമുണ്ട്. പിന്നെ അത് മാത്രല്ല കേട്ടോ, ഇങ്ങോട്ട് നോക്കേ കണ്ടാ. ഇപ്പൊ ഞാൻ ഇങ്ങനൊരു സിറ്റുവേഷൻ വെച്ചിട്ടുള്ളതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഇരിക്കണത്. പക്ഷെ നിങ്ങളുടെ റൂമിലൊക്കെ ആകുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും, എക്സ്പെഷ്യലി രാത്രിയിൽ. പറ്റുവാണെങ്കിൽ ഞാൻ രാത്രിയിൽ ഓർക്കുവാണെങ്കിൽ, ഇത് പുച്ചല്ലേ, രാത്രി പറ്റുവാണെങ്കിൽ ഞാനൊരു വീഡിയോ കൂടെ എടുത്തിട്ട് സൈഡിൽ ഇവിടെ ക്ലിപ്പ് കൊടുത്തേക്കാം. ഓക്കെ, ഞാൻ ഇതും മേടിച്ചിട്ടുണ്ട്. ഇതിന്റെ ഒരു മൂണിന്റെ ടൈപ്പും കൂടെ മേടിച്ചിട്ടുണ്ട്. 2 എണ്ണമാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ശരി, എനിക്ക് കുറച്ചുകൂടെ ക്യൂട്ടായിട്ട് തോന്നി ആ ഒരു ഇത്. നല്ല ഭംഗിയില്ലേ ആ ഒരു ഫ്ലവർ, ഒരു ഫിഷ് നോക്കാൻ ഉണ്ടോ. സോ ഇതാണ് നമ്മുടെ ഒരു ഗിഫ്റ്റ്. ഇതിനകത്തോട് ഞാൻ എന്തെങ്കിലും കൂടെ ആഡ് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ അപ്പൊ ഇതുവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തവരൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തോളൂ കേട്ടോ. സോ എനിക്കിനി ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിച്ചിട്ട് പിന്നെയും ഡ്യൂട്ടിക്ക് പോകണം. സോ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട്, ഭക്ഷണം വന്ന് കഴിഞ്ഞിട്ട് നമുക്കിനി ബാക്കി വീഡിയോ കണ്ടിന്യൂ ചെയ്യാവേ. ഞാൻ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് റൂമിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ വീഡിയോ എടുക്കാൻ ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല. കുറച്ച് ഡിസ്റ്റർബഡ് ആയിരുന്നു. സോ അതുകൊണ്ട് പിന്നെ അത് ക്ലിയർ ചെയ്ത് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുത്തു. ഇപ്പൊ ക്ലിയർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ ആയിട്ടില്ല. പിന്നെ നമ്മൾ ഈ മറ്റുള്ളവരുടെ കാര്യത്തെ പറ്റി നമ്മൾ ബോധേഡ് ആയിരിക്കും. അത് നമ്മുടെ ടൈം വേസ്റ്റ് ആണ്, നമ്മുടെ എനർജി വേസ്റ്റ് ആണ്. സോ അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മളെ പറ്റി തന്നെ ചിന്തിക്കുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഇത് ഞാനിപ്പോ ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ഡിസ്റ്റർബ് ആയതുകൊണ്ട് ഞാൻ ഇന്ന് വന്ന പാടത്തുകൂടി എല്ലാം കൂടി ഊരി വലിച്ചെറിയൊക്കെ ചെയ്തിട്ടുണ്ടാണ്. എനിക്ക് ഇതെല്ലാം ഒന്ന് അടുക്കി വെക്കണം. പിന്നെ നമ്മൾ ആ ഗീവ് അവയുടെ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്തതിന്റെ ഒക്കെ ആയിട്ട് ഞാൻ കട്ടിലേൽ ഇങ്ങനെ വലിച്ചെറിഞ്ഞിട്ടിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അത് വൃത്തിയാക്കണം. പിന്നെ ഇന്നെന്റെ ഹെയർ വാഷിംഗ് ഡേ ആണ്. സോ അതിന്റെ കുറച്ച് അല്ലറ ചില്ലറ പരിപാടികളുണ്ട്. നേരത്തെ കുളിച്ചാൽ നേരത്തെ മുടി ഉണങ്ങും, ഇല്ലെങ്കിൽ മുടി ഉണങ്ങത്തില്ല. സോ ഞാൻ ഉണങ്ങാത്ത മുടി വെച്ചിട്ട് കിടന്നുറങ്ങേണ്ടി വരും. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. സോ പിന്നെ നമുക്ക് ഹെയർ വാഷിംഗ് ഡേ ആയതുകൊണ്ട് ഞാൻ എന്തൊക്കെയാ ചെയ്യുന്നതും കൂടെ ഈ ഒരു വീഡിയോക്കകത്ത് ഇൻക്ലൂഡ് ചെയ്താൽ മേ ബി ഈ വീഡിയോ ഭയങ്കര ലോങ് ആയി പോകില്ലേ. സോ നമുക്ക് പെട്ടെന്ന് നമുക്ക് വേണമെങ്കിൽ കാണിച്ചു കൊടുക്കാം. അത് ഞാൻ ഈ റൂം ഒന്ന് വൃത്തിയാക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് കാണാം. റൂം വൃത്തിയാക്കിയതിന് ശേഷം കാണാം കേട്ടോ. കാരണം ഒന്നുമില്ല. ശരി, റൂം വൃത്തിയാക്കിയിട്ട് പോരാ. നമ്മുടെ ഹെയർ വാഷ് ഡേ ഉണ്ടല്ലോ, അത് ഞാൻ വേറൊരു ദിവസം ക്ലിയർ ആയിട്ടൊരു വീഡിയോ ആയിട്ട് എടുക്കാം കേട്ടോ. ഇന്ന് എന്തായാലും അത് എടുക്കാൻ പറ്റത്തില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഹെയർ ഇന്ന് എന്തായാലും വാഷ് ചെയ്യുന്നുണ്ട്. പക്ഷെ നല്ല മഴ പെയ്യുന്നുണ്ട്. ഇവിടെ പുടുക്കത്തെ മിന്നലും കേട്ടോ, ഇടിയും ഉണ്ട് കേട്ടോ. ഇടി കൊടുക്കുന്നുണ്ട്. ഇനിയും ഞാൻ കുളിക്കാൻ ലേറ്റായാലും ചിലപ്പോൾ ഷോക്ക് അടിച്ചിട്ട് കഴിഞ്ഞിരിക്കാൻ ചാൻസ് ഉണ്ട്. ഞാൻ വേഗം കുളിച്ചിട്ട് വരാം. തലയും ഞാൻ ഇന്ന് തന്നെ കഴുകും. പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാനുള്ള ടൈമില്ല. സോ വേറൊരു ദിവസം കാണിച്ചിട്ട് ഞാൻ വേഗം ഒന്ന് കുളിച്ചിട്ട് വരട്ടെ കേട്ടോ. ഞാൻ കുളിച്ചിട്ട് വന്നു കേട്ടോ. സൂപ്പർ ഫാസ്റ്റ് പോലെയായിരുന്നു എന്റെ കുളി ഇന്ന്. കാരണം പുറത്ത് നല്ല മഴയാണ്. മഴയല്ല, ഇടിയും മിന്നലും ഉള്ള സമയത്ത് എനിക്ക് കുളിക്കാൻ ഭയങ്കര പേടിയാ. കാരണം അപ്പൊ നമ്മള് വെള്ളവും പിന്നെ ചിലപ്പോൾ നമ്മൾ ചെരുപ്പ് ഇടത്തൊന്നുമില്ല. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമ്മൾ ഷോക്കേറ്റ് മടിക്കുവോ എന്നൊരു പേടിയാണ് എനിക്ക്. പൊട്ടലോജിക്കാണ്, പക്ഷെ എന്നാലും പറയാൻ പറ്റത്തില്ല. നമുക്ക് ഒരു ടൈം ആകുമ്പോൾ നമ്മൾ പോകേണ്ട സമയം നമ്മൾ എന്തായാലും പോകണം. പക്ഷെ എന്നാലും എനിക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും പേടിയുള്ള ഒരു വ്യക്തിയല്ല. എസ്പെഷ്യലി എനിക്ക് മഴ ഇഷ്ടമാണ്, പക്ഷെ ഇടിയും മിന്നലും പേടിയാണ്. എന്നെ പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാട്ടോ. എനിക്ക് അതുപോലെ തന്നെ പട്ടികളെ പേടിയാണ്, പശുവിനെ പേടിയാണ്, ആടിനെ പേടിയാണ്, കോഴീനെ പേടിയാണ്, താറാവിനെ പേടിയാണ്. പിന്നെ എനിക്ക് പാമ്പിനെ ഒന്നും പേടിയില്ല. പേടി ഈ പട്ടിയൊക്കെയാണ്. പട്ടിയൊക്കെ കടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാ. പൂച്ച മാന്തു, അതുകൊണ്ട് പേടിയാ. കോഴി എന്നെ പറഞ്ഞിട്ട് കൊത്തിയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് കോഴീനെ പേടിയാ. പിന്നെ എനിക്ക് ആട് പശുവിനൊക്കെ കാണുമ്പോൾ, നമ്മൾ സിനിമയിലൊക്കെ കാണുമ്പോൾ ആട് പശുവൊക്കെ ഇങ്ങനെ പുറകിൽ നിന്ന് വന്ന് കുത്തണ കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അതുങ്ങളെ പേടിയാ. പാമ്പിനെ ഒന്നും എനിക്ക് അത്ര വലിയ പേടിയില്ല, അതെന്താന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഇടിയും മിന്നലും എനിക്ക് ഭയങ്കര പേടിയാണ്. ഇന്ന് ഞാൻ റൂമിൽ ഒറ്റയ്ക്കുള്ളൂ. ഞാൻ എങ്ങനെ ഉറങ്ങുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. കാരണം ഇനി ഞാൻ ഫോൺ യൂസ് ആക്കത്തില്ല. അതുകൊണ്ടാണ് കേട്ടോ. ഇനി ഫോൺ യൂസ് ചെയ്താൽ ചിലപ്പോൾ ഞാൻ ഷോക്ക് അടിച്ച് കരിഞ്ഞ് പെണ്ടാരടങ്ങി ഇവിടെ ഇരിക്കാൻ തുടങ്ങി. ഇന്നത്തെ കാലമാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ മുകളിലത്തെ ബിൽഡിങ്ങിലൊന്നും അങ്ങനെ ഷോക്ക് അടിക്കത്തൊന്നുമില്ല. ഇന്നത്തെ കാലത്ത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് ഞാൻ ഇവിടെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും പെട്ടരൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഭക്ഷണം കഴിച്ച് പോയി കിടന്നുറങ്ങിക്കോളൂ. ഞാനും ഭക്ഷണം കഴിച്ച് പോയി കിടന്നുറങ്ങട്ടെ. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ.